ഗായത്രി വർഷ, ഇവിടെ ഒരു നടി സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. ആ സിനിമാ സെറ്റിൽ പരസ്യമായ ലഹരി ഉപയോഗിക്കുന്നു, ലഹരി ഉപയോഗിച്ചതിന് ശേഷം മോശമായി പെരുമാറുന്നു, ഇങ്ങനെ മോശമായി പെരുമാറുന്നത് ശരിയല്ല എന്ന് ആ നടനോട് പല ആവർത്തി പറയുന്നു. എന്നിട്ട് അതൊന്നും കേൾക്കാതെ മര്യാദകെട്ട രീതിയിൽ വീണ്ടും പെരുമാറുന്നു. നടിക്ക് ഗത്യന്തരമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ടി വരികയാണ്. അതായത് അവിടെ ഈ പറയേണ്ടി വരുമ്പോൾ ഒരു വലിയ വശം കൂടി വേറെ പറയേണ്ടതുണ്ട്. അതായത് എന്തുകൊണ്ട് ഈ നടിക്ക് ഉത്തരവാദിത്തപ്പെട്ട സിനിമാ സംഘടനയോടോ അതോടൊപ്പം തന്നെ സിനിമാ സെറ്റിലെ മറ്റുള്ളവരോടോ പറയാൻ കഴിയുന്നില്ല? അതായത് ഉചിതമായൊരു നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിശ്വാസം നടിക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് സമൂഹത്തിന് മുന്നിലേക്ക് പറയാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറയുകയും ചെയ്യുന്നത്. നേരത്തെ ദീദി ദാമോദരനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, സിസ്റ്റം അപ്പാടെ കുഴപ്പമാണ്, അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അത് തന്നെയാണ് പ്രശ്നം. താങ്കൾ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ ഒതുക്കുകയാണെങ്കിൽ സിസ്റ്റം അപ്പാടെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, ഏതൊക്കെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുന്നത്, സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം അല്ല. അത് ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ്. പല പല കാറ്റഗറിയിലുള്ള ടെക്നീഷ്യൻസും കലാകാരന്മാരും ടെക്നോളജിയും സർഗാത്മകതയും ഇതെല്ലാം കൂടി ചേരുന്ന പല സിസ്റ്റത്തിലുള്ളൊരു, അതിനെല്ലാം അപ്പുറത്തേക്ക് ബിസിനസ് എന്ന് പറയുന്നത് നിൽക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പൊ ഒരു സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു എളുപ്പമല്ല ഈ നടപടി. പക്ഷെ ഇത് ആരുടെ കയ്യിലാണ് കൺട്രോൾ, ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. സിനിമയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടായത്, ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇനി ഇപ്പം ഉണ്ടാവാൻ പോകുന്ന അറ്റാക്ക് എന്റെ നേരെ ആയിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഞാൻ പറയണം, ഏറ്റവും വലിയ ഫാക്ട് എന്ന് പറയുന്നത് സിനിമ ക്യാപ്റ്റൻസി ഓഫ് ദ സിനിമ എന്ന് പറയുന്നത് അതിന്റെ ക്യാപ്റ്റൻ ഡയറക്ടർ എന്നുള്ളിടത്തു നിന്ന് മാറി അത് പ്രൊഡ്യൂസർ എന്നുള്ളതും അല്ലാതെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന് പറയുന്ന ഒരു പുതിയ തസ്തിക വന്നിട്ടാണ്. നേരത്തെ എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു ഈ സിനിമ ചേരുന്നത്. അവർ ഡയറക്ടർക്ക് വേണ്ടിയും പ്രൊഡ്യൂസർക്ക് വേണ്ടിയും പണി ചെയ്തുകൊണ്ടിരുന്ന, അതിന്റെ സിസ്റ്റത്തെ ടോട്ടലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ കൺട്രോളർ എന്ന് പറയുന്ന ആളാണ് സിനിമ പരിപൂർണമായിട്ട് നിയന്ത്രിക്കുന്നത്. ഏതാനും ചില കൺട്രോളർമാരുടെ കയ്യിലേക്ക് സിനിമ ഇൻഡസ്ട്രി പരിപൂർണമായി പരിമിതപ്പെട്ടു എന്നുള്ളിടം മുതൽ ഇതിന് തുടക്കമുണ്ട്. സിനിമയുടെ ബിസിനസ് പോലും ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അവിടെ ഒരു നടനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും, ഒരു താരത്തെ ഉണ്ടാക്കാൻ പറ്റും, അയാളിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് സിനിമ പോയി. അവിടെ മുതൽ ഈ സിസ്റ്റം തെറ്റായി എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷെ ആരും പറയാത്ത കാര്യം, എല്ലാവരും താങ്കൾ പറഞ്ഞ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്, താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന് പറയുന്നത് നേരത്തെ തന്നെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, സിനിമയുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് സംവിധായകനിൽ നിന്നും നിർമ്മാതാവിൽ നിന്ന് മാറി പ്രൊഡക്ഷൻ കൺട്രോളറിലേക്ക് എത്തിച്ചേരുന്നു, അത് തന്നെയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ശരിയാണ്? തീർച്ചയായിട്ടും. കാരണം ഈ പുതിയ ഒരു ന്യൂജൻ സിനിമ സിസ്റ്റം വരെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്, അത് എവിടെ നിന്നാണ് ഇനി അത് ചർച്ച തുടങ്ങേണ്ടത്, എവിടെ നിന്നാണ് അത് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ അകത്ത് എനിക്ക് വ്യക്തതയില്ല. പക്ഷെ അത് പറഞ്ഞു തുടങ്ങിയാൽ, ഒരരികു മുതൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ താരങ്ങളുടെ ഡേറ്റുകൾ ഉൾപ്പെടെ ഹോൾഡ് ചെയ്യുകയും ഒരു താരോദയം ഉണ്ടായി. ഇപ്പൊ ഞാൻ സൂപ്പർ താരങ്ങളുടെ അല്ല കേട്ടോ, സൂപ്പർ താരങ്ങളുടെയോ സൂപ്പർ പ്രൊഡ്യൂസേഴ്സിലോ സൂപ്പർ സംവിധായകരിലോ ഉള്ള ഇൻഫ്ലുവൻസ് അല്ല. പകരം ഒരു വർഷം, ഈ വർഷത്തെ കണക്കിൽ 250 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ 250 സിനിമകളിൽ ഒരു 50 സിനിമ മാറ്റി നിർത്താം. പക്ഷെ 200 സിനിമയും ഈ ന്യൂജൻ സിനിമകളായി വരിക്കുന്ന 200 സിനിമകളും പുതിയ പുതിയ താരോദയങ്ങളും ഉണ്ടാകുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങിലാണ്. ആ ഡിസൈനിങ് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഏറ്റവും താരങ്ങളായി നിൽക്കുന്നതും പ്രമുഖരായി നിൽക്കുന്നതുമായിട്ടുള്ള ആൾക്കാരല്ല സിനിമയുടെ പ്രശ്നങ്ങൾ. ഈ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡിൽ നിൽക്കുന്ന നടീനടന്മാർ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ആ സിസ്റ്റമാണ് ഇതിന്റെ പ്രശ്നം. അത് പരിപൂർണമായി നിയന്ത്രിക്കപ്പെടുന്നത് എവിടെന്നെങ്കിലും ഒരാളെ ഫിനാൻസ് ചെയ്യാൻ കൊണ്ടിരിക്കുകയും അയാളുടെ പണം ഉപയോഗിച്ചത് കൺട്രോൾ ചെയ്ത് ഡിസൈൻ ചെയ്ത് പോകുന്ന സോക്കോൾഡ് ഞാനത് വളരെ കൃത്യമായി പറയാതെ പോയിന്റ് ഔട്ട് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ എടുക്കേണ്ടി വരും. അത് വെച്ച് പ്രമുഖരായിട്ട് ഓരോ വ്യക്തികളെ അല്ല ഞാനിത് പറയുന്നത്. പക്ഷെ അത് പോയിന്റ് ഔട്ട് ചെയ്ത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇതിൻ്റെ അകത്തുണ്ട്. ആ സിസ്റ്റത്തെ വളരെ കൃത്യമായിട്ട് പിക്ക് ചെയ്തുകൊണ്ട് തന്നെ അഡ്രസ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞു. ഇത് ആരാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സിനിമാ മേഖലയിൽ താങ്കൾ പറഞ്ഞ പോലെ കോംപ്ലക്സ് ആയ ഒരു സംവിധാനമാണ്. അതിൽ ടെക്നീഷ്യൻസ് ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, പലതരത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഈ നിർമ്മാതാക്കളെക്കാൾ മുകളിലാകുന്ന ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അത് വേണമെങ്കിൽ താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങളുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അങ്ങനെ കരുതാമോ?
തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ചില വാക്പ്രയോഗങ്ങൾ അതിനെ പലപ്പോഴും പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ സിനിമയിലെ സിസ്റ്റം കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നെങ്കിൽ ഈ സിനിമയിലുള്ള ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവരി വൺ എന്ന് പറയുന്ന പോലെ വ്യക്തിപരമായി മോണിറ്റർ ചെയ്യുകയും അത് അവരെ നമ്മൾ നിരീക്ഷിക്കുകയും അവരുടെ പ്രവർത്തികളെ നിരീക്ഷിക്കുകയും ഇത് എവിടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടാവുകയും ഇവരുടെയൊക്കെ വേതനങ്ങൾ വരെ ഒരു സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയാകുമ്പോൾ 4 ഇരട്ടിയാണ്. 1 ലക്ഷം രൂപ വാങ്ങിച്ചാൽ 5 ലക്ഷം രൂപ ഓഫർ ചെയ്യപ്പെടുകയാണ്. ഈ 5 ലക്ഷം രൂപ അയാൾക്കല്ല, പകരം കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. ഈ കമ്മീഷൻ കഴിഞ്ഞിട്ട് 1-2 സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ നിസ്സാരമായ വേതനം വാങ്ങുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാര് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. പിന്നെ അവര് വരുന്ന ന്യൂ കമേഴ്സ് ആയിട്ട് വരുന്ന ഏത് പ്രായത്തിലുള്ള നടന്മാരുടെ ഡേറ്റ് പിടിച്ചു വെക്കുകയാണ്. ഇവരെ ഡിപ്പെൻഡ് ചെയ്യണം മറ്റേതൊരു സിനിമയ്ക്ക് ഈ നടന്മാരുടെ ഡേറ്റ് കിട്ടാൻ. ഇങ്ങനെയൊക്കെ പറയുന്ന പല ശരി,